പ്രിയപ്പെട്ടവരെ, കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും. ഇബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബാൽ, ഇപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും പ്രതിഷേധങ്ങൾ മുളപൊട്ടി വരുന്നുണ്ട്. കോൺഗ്രസ് അറച്ചറച്ചു നിന്നു ഈ വിഷയത്തിലൊന്ന് ഇടപെടാൻ. അതിനെന്താ കാരണമെന്നറിയില്ല. ഇപ്പോൾ കർണാടക ഭൂമി കുംഭകോണത്തിൽ പാലക്കാട് ഒരു പ്രതിഷേധമുണ്ട്. എപ്പോഴാണ് പ്രതിഷേധ മാർച്ച് ഉള്ളത്? ആരാണ്? പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണോ നേതൃത്വം നൽകുന്നത്? പാലക്കാട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കർണാടകത്തിൽ നടത്തിയിട്ടുള്ള ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉടൻ തന്നെ പുറത്തുവിടണം. രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത നടപടി വേണം. മാത്രമല്ല, ഈ വിഷയത്തിൽ ഉടൻ തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഇടപെടണം. രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റണമെന്നുൾപ്പെടെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഏതായാലും രാവിലെ 12 മണിക്ക് DCC ഓഫീസിൽ നിന്നും മുനിസിപ്പൽ ഓഫീസ് പരിസരത്തേക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിഷേധ പരിപാടി DCC അധ്യക്ഷൻ A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുമെന്നുൾപ്പെടെയാണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ശക്തമായിട്ടുള്ള നടപടി തന്നെ ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. പാലക്കാട് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലേക്കാണ് ഇപ്പോൾ ഏതായാലും പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 12 മണിയോടുകൂടി തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കും. വൻ പ്രതിഷേധം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്താനാണ് പാലക്കാട് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. പാലക്കാട് കോൺഗ്രസിന്റെ പ്രതിഷേധം, രാജീവ് ചന്ദ്രശേഖർ രാജിവെക്കണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 6 കോടി രൂപയുടെ സ്വത്ത് കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങി 15 വർഷം 16 വർഷം കഴിയുമ്പോൾ 313 കോടി രൂപയ്ക്ക് അത് മറിച്ചു വിൽക്കുന്നു. വിൽക്കാനും വാങ്ങാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ സർക്കാർ വ്യാവസായികാവസ്ഥാനത്തിന് കർഷകരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി 16 വർഷങ്ങൾക്കു ശേഷം ഇത്രയും ഭീമമായ വ്യത്യാസത്തിൽ ഒരു ബിസിനസ്സും അവിടെ തുടങ്ങാതെ മറ്റൊരു 2 കമ്പനികൾക്ക് വിറ്റുകൊടുത്തു എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയമാണ് ഇപ്പോൾ പരാതിക്കാരൻ പരാതിയായി നൽകിയിരിക്കുന്നത്. ഒപ്പം SIT അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇതിൽ കർണാടകയിൽ ഇനി എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്.